എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുത്തെ ഒരു 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 പരിഷ്കാരവും അവിടുത്തെ നാടിൻ്റെ ആ വൃത്തിയും പിന്നെ പറയാലോ, റോഡാണ് മെയിൻ അവിടെ. വേറെ നമ്മുടെ അവിടത്തെയും വെച്ച് എത്രയോ ബെറ്ററാണ് അവിടുത്തെ റോഡുകൾ. അപ്പോൾ അതിനെക്കുറിച്ചും അതിൻ്റെ ഒരു കാഴ്ചകളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ എയർപോർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് മെല്ലെ ഇങ്ങനെ കസ്റ്റമറിനൊക്കെ ഇറക്കിയിട്ട് നേരെ പുറത്തോട്ട് പുതിയ വഴി, അതിപ്പോൾ പുതിയ മേമ്പാലവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക, ഒരു പുതിയൊരു വഴിയല്ലേ എന്നുള്ളതിൻ്റെ രീതിക്കാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ആരും കാണാനൊന്നും പോലുള്ള കാര്യം, ഒന്നോ രണ്ടോ പേര് അത്ര തന്നെ, അത് അറിയണ കാര്യം തന്നെ. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി നമ്മൾ ഈ ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കുകയാണ് നിങ്ങളായിട്ട്. അപ്പോൾ ഇതാണ് കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ എക്സിസ്റ്റ്, പുറത്തേക്കുള്ള വഴി. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് അകത്തേക്കുള്ള വഴി. അപ്പോൾ കസ്റ്റമർ ഇവരായിട്ടൊന്നും പോകുമ്പോൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കില്ല, അതൊന്നും നമ്മൾക്ക് സേഫ് അല്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ എടുക്കുക പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ കൈ പിടിച്ചിട്ട് എടുത്തൊന്നുമല്ല. ഇത് വണ്ടിയിൽ ഓൾറെഡി ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുകയാണ്. അത് പ്രത്യേകിച്ച് പറയാതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് മനസ്സിലാകും. അപ്പോൾ മൊബൈൽ ഓണാക്കി പിടിച്ചിട്ടൊന്നുമല്ല നമ്മൾ വണ്ടി ഓടിക്കുന്നത്, അതൊക്കെ കറക്റ്റാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാളമേൽ നമുക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതെടുത്ത് പറയണത്. അപ്പോൾ അങ്ങനെയാണ് കോയമ്പത്തൂർ എയർപോർട്ട്. കണ്ടില്ലേ അവിടുത്തെ റോഡിൻ്റെ ആ ഒരു 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 റോഡ് അല്ലേ, കുണ്ടും കുഴിയില്ലാത്ത ഒരു റോഡ് എന്ന് പറയാം. എവിടെയാണെങ്കിലും ശരി, നമ്മുടെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ്. ഇപ്പോൾ എല്ലാ ഭാഗവും ഇല്ലയെന്നൊന്നും പറയണില്ല, എന്നാലും പറയണിപ്പോൾ. എയർപോർട്ടിന് എൻട്രൻസിലൊക്കെ നല്ല രസമായിരിക്കും കാണാനും യാത്ര ചെയ്യാനും. പൊതുവേ തമിഴ്നാട് റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവർമാർക്ക് പറഞ്ഞ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ഹരം തന്നെയാണ്. വണ്ടി ഓടിയെത്തും സമയത്തിന്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഗുണം. സിറ്റി പരിധിക്കുള്ളിൽ അത്യാവശ്യം ഇങ്ങനെ കസ്ക് പുസ്കെന്നുള്ള ആളുകൾ വരും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഔട്ട് സൈഡിലൊക്കെ ബൈപ്പാസിലൊക്കെ പോകുമ്പോൾ സമയത്തിന് വണ്ടി ഓടിയെത്തും. അത് കഴിഞ്ഞിതാ കയറിട്ടോ, ഇതാണ് നമ്മുടെ അവിനാശി റോഡ് എന്ന് പറയും, അവിനാശി കോയമ്പത്തൂർ റോഡ്. അപ്പോൾ അവിടെ നിന്ന് നേരെ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ലെഫ്റ്റ് എടുക്കുക. അത് വെച്ചാൽ ടൗണിൽ കൂടെ പോണ വഴിയാണ്. റൈറ്റ് എടുത്ത് തിരിഞ്ഞാൽ നമുക്ക് നേരെ നീലാമ്പൂർ ബൈപ്പാസ് എന്ന് പറയും. റൈറ്റ് നേരെ പിടിച്ച് കഴിഞ്ഞാൽ നേരെ ബൈപ്പാസിൽ പോയി ടച്ച് ചെയ്യാം. അവിടെ നേരെ വന്നു കഴിഞ്ഞാൽ പാലക്കാട് മെയിൻ റോഡിൽ പോകാം. നീലാമ്പൂർ ബൈപ്പാസ് എന്ന് പറയും. ഇതാകുമ്പോൾ നേരെ ടൗണിൽ കൂടെ പോവുക. അതായത് പുതിയ മേമ്പാലം ഇട്ടു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് കാണിക്കുക, നമുക്കതിലൂടെ അങ്ങനെ യാത്ര ചെയ്യേണ്ടത്. കുഴപ്പമില്ലാത്ത നല്ല യാത്രകളാണ്. അപ്പോൾ തിരക്കോ വലുതായിട്ടൊന്നും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് എടുത്ത് നേരെ ടൗണിൽ കൂടെ കയറി വരാമെന്ന് പറഞ്ഞിട്ടത് മാത്രം. ഇതിപ്പോൾ ഞങ്ങളെ പുറത്ത് പേർക്ക്, ഈ പാലക്കാട്ടുകാർക്ക് ഇത് വലിയൊരു ഒരു 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 നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഇതൊരു ബ്ലോക്കായിട്ടൊന്നും തോന്നില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം വരുന്നത് കൊണ്ടേ കോയമ്പത്തൂർ. അപ്പോൾ നല്ല റോഡ്, നല്ല രസമുള്ള റോഡാണ്. അപ്പോൾ ഇങ്ങനെ വരികയാണ്. അതാണ് പുതിയ മേമ്പാലം, കണ്ടില്ലേ, ആകാശപാത എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ പുതിയ മേമ്പാലമാണ്. പണി കഴിഞ്ഞതുകൊണ്ട് ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവമില്ല, സമാധാനത്തിൽ യാത്ര ചെയ്ത് പോവുക, വലിയ പ്രശ്നമില്ല. ഫസ്റ്റൊക്കെ വരിക പറഞ്ഞാൽ ഒരുപാട് സിഗ്നലിൽ സമയം വേസ്റ്റാവും. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സ്ഥലമാണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് സൈഡാക്കി നിർത്തി അതൊന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സമാധാനത്തിൽ നിങ്ങളായിട്ട് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി നിർത്തിക്കാൻ വേണ്ടിയിട്ട് അരവിന്ദ ഹോസ്പിറ്റൽ പറയും, ഐ ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ആശുപത്രിയിൽ വണ്ടി നിർത്തിയിട്ടിരിക്കണം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടേ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ്. വെറുതെ എന്നാൽ കുറച്ച് അവിടുത്തെ ഒറ്റ അടിക്ക് ഓടി വന്ന് അതേ സ്പോട്ടിൽ തിരിച്ചു പോകണ്ടല്ലോ അവണ്ടെ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ റോഡിൻ്റെ ഓരോ പരിഷ്കാരങ്ങൾ. അപ്പോൾ കണ്ടില്ലേ എത്ര വൃത്തിയായിട്ടാണ് പാലം പണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കണമെന്ന്. ഒരു കാലത്ത് ബ്ലോക്കിൻ്റെ തിരിതല്ലായിരുന്നു, അപ്പോൾ നമ്മളിതിലെ വരില്ലായിരിക്കും. നമ്മൾ കംപ്ലീറ്റ് നീലാമ്പൂർ ബൈപ്പാസ് പിടിച്ചിട്ട് വരുള്ളൂ, അപ്പോഴേ എയർപോർട്ടിലൊക്കെ ഓടി എത്തുകയുള്ളൂ. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ പറയേണ്ട കാര്യമില്ലല്ലോ, അവരൊക്കെ കൃത്യസമയത്ത് ഇറങ്ങും. ഇന്ന ടൈമിൽ എത്തില്ലെന്ന് വെച്ചൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ റിസ്ക് എടുത്തിട്ട് വേണം നമ്മൾ കൃത്യസമയത്ത് വണ്ടി ഓടിച്ച് എത്തിക്കാൻ. അപ്പോൾ ഈ റോഡും കാര്യങ്ങളും പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ടൗണിനുള്ളിൽ കൂടെയൊക്കെ പിടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടി എത്തില്ല. അപ്പം നമ്മൾ നേരെ ബൈപ്പാസിൽ കൂടെ മാക്സിമം പിടിച്ച് വരും. പിന്നെ അത്യാവശ്യമൊക്കെ വരും ടൗണിൽ കൂടെ, കാലത്തോ വൈകുന്നേരമോ മറ്റുള്ള സമയങ്ങളിലൊക്കെ വരും. തിരക്കില്ലാത്ത സമയത്തൊക്കെ കയറി വരും തന്നെ. എപ്പോഴും നമ്മൾ അതിൽ കൂടെ പോകണമെന്നില്ല, 10 കിലോമീറ്ററോളം നമുക്ക് അഡീഷണൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടെ അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ആ ഒരു
ഇത് പിന്നെ ഇതാ അവിടെ നെയിം ബോർഡ് ഇരിക്കണല്ലോ പേളമേട് സ്ട്രൈറ്റ് ഓപ്സ് കോളേജ് റെയിൽവേ നിലയം അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഓളിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദൂരം വരുമ്പോൾ ഒരു 500 മീറ്ററോളം, അത്രയും വേണ്ട വരില്ല കേട്ടോ, ഒരു 300 മീറ്റർ ആ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഒരു സർവീസ് റോഡ് പോലെ കയറി പോകുന്നുണ്ട് മേളിലേക്ക്, മേമ്പാലത്തേക്ക് കയറി. അതിലങ്ങോട്ട് കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമാണ്, ഒന്നും നോക്കാനില്ല. നല്ല സൂപ്പർ റോഡ്, പോയിക്കൊണ്ടേ ഇരിക്കുക, എവിടെയും നിൽക്കണ്ട, സിഗ്നലുകളിൽ നിൽക്കണ്ട, ഓപ്പോസിറ്റ് വണ്ടി ക്രോസ് ചെയ്യും, അങ്ങനെ എങ്ങനെയെന്നുള്ള ഒരു പരിപാടിയില്ല, പോയിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം എന്താ കേട്ടാ, ഈ ഹെവി വെഹിക്കിളിൻ്റെ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമ്മുടെ നാട്ടിൽ കണക്കൊക്കെ തന്നെ, ബൈപ്പാസുകളിലൊക്കെ കണക്കൊക്കെ തന്നെ. സിറ്റി പരിധിയിൽ പറയുമ്പോൾ സിംഗിൾ റോഡായതുകൊണ്ട് പിന്നെ അവർക്ക് മറ്റേ റൈറ്റ് സൈഡ് ട്രാക്കിലൊന്നും പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർ കണക്കാക്കല്. ഇവിടെ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ. നമ്മളൊക്കെ വേണമെങ്കിൽ നമ്മൾ സൈഡ് ഒതുങ്ങി പോകണം ലെഫ്റ്റിൽ, അല്ലാണ്ട് റൈറ്റിലൊന്നും പോയിട്ട് നമ്മളൊന്നും നടക്കില്ല. അത് ഹെവി വാഹനങ്ങളുടെ അടുത്തൊന്നും ഒരിക്കലും പറഞ്ഞാൽ അവർക്കൊന്നും അതിൻ്റെ ഐഡിയ ഇല്ല. അവരിങ്ങനെയോ പോകും. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് കണ്ടില്ല, കർണാടക ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരിക പറയുമ്പോൾ നല്ല പാടല്ലേ, ഓട്ടി ഊപ്പാട് ഇറങ്ങിയിട്ട് വരുന്നുണ്ടാവും. പിന്നെ അവരെ കൊണ്ടുപോയി ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിച്ച് ലെഫ്റ്റിലാക്കണേക്കാട്ടി നല്ലത് നമ്മളെ മിണ്ടാണ്ട് ലെഫ്റ്റിൽ കൂടെ പോവുക. 2 ട്രാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, കയറി പോവുക, അവിടെയൊന്നും അങ്ങനെ വിഷയമൊന്നും കാണാനില്ല. പിന്നെ ഇവിടുത്തെ ബൈക്കുകളുടെ കാര്യം പറയണ്ട, അരഞ്ചോ മുറിഞ്ചോന്നും വരും, എപ്പോൾ എന്തെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബൈക്കുകൾ. അവരെല്ലാവരും മറ്റേ നിയമം പാലിച്ചൊന്നും ഓടിച്ചു എന്നൊന്നും വരില്ല, അവിടെ പറ്റില്ല. ജനസംഖ്യ അത്രയും വാഹനങ്ങളും ഒക്കെ പെരുകി കിടക്കണത് കൊണ്ട് വെറുതെ നമ്മൾ കറക്ക് പെറുക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് പരമാവധി ശ്രദ്ധിച്ച് പോവുക, അതായിരിക്കും നമുക്കൊക്കെ നല്ലത്. പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം കേട്ടോ, ഞാൻ കണ്ടില്ല, അതാ ഈ കറക്ക് പറഞ്ഞിട്ടൊരു സ്പീഡ് കിലോമീറ്ററുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ മറ്റേ മേമ്പാലത്തിലൊക്കെ 50, 40, 60 ഓരോ ഭാഗത്ത് ഓരോ രീതിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായി ഓവർ സ്പീഡ് പോകേണ്ട കൊണ്ടാണ് അവർ ഈ ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കണ്ട് ഓടിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. ബ്ലോക്കോ സിഗ്നലുകളോ ഓപ്പോസിറ്റ് വണ്ടികളോ ക്രോസിങ്ങോ ഒന്നുമില്ല. സമാധാനത്തിൽ പോയാൽ അറ്റം വരെ പോവുക. പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇറങ്ങാനുള്ള സിറ്റി ഒന്നും ഔട്ട് സൈഡ് വരില്ല, വീണ്ടും നടുക്ക് സിറ്റിൻ്റെ സെൻറ്ററിൽ തന്നെ പോയി ഇറങ്ങണത്. എന്നാലും കുറേ സമയം ലാഭിക്കാം, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം. അത്ര തന്നെ. നല്ല രസമില്ലേ അവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടില്ലേ? ഈ മേമ്പാലത്തിന് മുകളിൽ ചെടിയൊക്കെ വെച്ച് പിടിച്ചിരിക്കുകയാണ് അവർ. അതാണ് അവിടുത്തെ പ്രത്യേകതര ഒരു വൈബ്, അവിടുത്തെ ആ ഒരു ഇത്. ഇത്തിരി മഴേൻ്റെ കുറവെന്നേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടാവില്ല. വൃത്തി ഉണ്ടാവും, റോഡുകൾ അടിച്ചു വിട്ട പോലെ ഉണ്ടാവും. നീ പോവുക. പിന്നെ കുറേ ആകുമ്പോൾ പിന്നെ എല്ലാ റോഡും കണക്ക് തന്നെ, ഒക്കെ നല്ല രീതിക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെവി വാഹനങ്ങളുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, കണ്ടില്ലേ? അതൊക്കെ സ്വാഭാവികം, അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക, അല്ലാണ്ട് ഇപ്പം നമ്മൾ മസിൽ പിടിക്കാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ 2 വഴിയുണ്ട്, ഇതിലേയും പോവുക അതിലേയും പോവുക. ജസ്റ്റ് ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു വീഡിയോ പങ്കുവെക്കണം തോന്നി. ഇപ്പോൾ ആരും കാണാനൊന്നും പോകണില്ല, എന്നാലും വെറുതെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരങ്ങൾ ഉണ്ടാകുമല്ലോ ഇതിന് എന്നും പ്രതീക്ഷിച്ചിട്ട് ഓരോ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്, ഓരോരോ മനോഹര കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ മാക്സിമം 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകാൻ പറ്റുകയെന്നൊക്കെ അവർ പറയണം. എന്നാൽ പിന്നെ നമ്മളതങ്ങ് പാലിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുക, ഒരു ട്രാക്കിൽ കൂടെ അറഞ്ചോ മുറിഞ്ചോ ഒന്നും പോകാണ്ട് ഒരു ലെവലിനെ പോയാൽ മതി. പിന്നെ അവിടുത്തെ മക്കൾ കണ്ടില്ലേ, ഹെൽമെറ്റ്